ഗർഭകാലത്തിന്റെ 6ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്, അമ്മയിലുണ്ടാകുന്ന ചേഞ്ചസ്, ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. 6ാമത്തെ ആഴ്ചയിൽ ശരിക്കും പ്രഗ്നന്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. ആദ്യം നമുക്ക് 6th വീക്കിൽ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ വീക്കിലും കുഞ്ഞിന്റെ അവയവങ്ങളുടെ വളർച്ച പെട്ടെന്നായിരിക്കും നടക്കുക. കണ്ണ്, ചെവി ഇവയൊക്കെ മുമ്പത്തെ ആഴ്ചയേക്കാൾ നമുക്ക് പ്രോമിനന്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നോസ്ട്രൽസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, മസിൽസ് ഒക്കെ വളരാൻ തുടങ്ങും. കൈകാലുകൾ ചെറുതായിട്ട് ബഡ് പോലെ വ്യക്തമായിട്ട് ഈ വീക്കിൽ കാണാൻ പറ്റുന്നതാണ്. വലിയ തലയും ചെറിയ ഉടലുമായിരിക്കും. ഓരോ മിനിറ്റിലും 100 മുതൽ 150 തവണ വരെ കുഞ്ഞിന്റെ ഹൃദയം ഇടിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു ടൈമിൽ കുഞ്ഞ് ചലിക്കാൻ തുടങ്ങും, അതായത് ഭ്രൂണം ചലിക്കാൻ തുടങ്ങും. ഷേപ്പ് എന്ന് പറയുന്നത് ഹൂക്ക് പോലെ C ഷേപ്പിലായിരിക്കും. സൈസ് മാതള നാരങ്ങയുടെ അല്ലിയുടെ അത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ലെങ്ത് 0.13 ഇഞ്ച് ആയിരിക്കും ഉണ്ടാവുക. ഇനി പ്രഗ്നന്റ് ആയ സ്ത്രീയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് നോക്കാം. 6th വീക്കിൽ ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൂടുതലായതുകൊണ്ട് തന്നെ പ്രഗ്നൻസി സിംറ്റംസും കൂടുതലായിട്ടായിരിക്കും കാണുക. അതുപോലെ പലർക്കും ഈ ഒരു 6th വീക്ക് മുതലായിരിക്കും പ്രഗ്നൻസി സിംറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. മുൻപത്തെ വീക്സിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ആയിരിക്കും ഈ വീക്കിലും കാണുക. എന്നാൽ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ബ്രസ്റ്റിൽ പെയിൻ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ബ്രസ്റ്റിന്റെ സൈസ് കൂടുതലായിരിക്കും, നെഞ്ചരിച്ചിൽ കൂടുതലായിരിക്കും പലർക്കും ഈ ഒരു വീക്കിൽ. കാരണം ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഓർക്കാനം, ഛർദിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. വയറുവേദന, മൈൽഡ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ഒക്കെ കാണാറുണ്ട്. അതുപോലെ ചിലരുടെ ഫേസിൽ ചെറിയ രീതിയിലുള്ള മുഖക്കുരുക്കൾ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ചിലർക്ക് കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് കാണാറുണ്ട്. ഉറക്കക്കുറവ് അതിനൊരു കാരണമാവാം. അതുകൊണ്ട് തന്നെ പകൽ ഉറങ്ങാതെ രാത്രികാലങ്ങളിൽ മാക്സിമം ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്ന രീതിയിൽ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ക്ഷീണം കാരണം നമുക്ക് എപ്പോഴും കിടക്കാനായിരിക്കും തോന്നുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഗ്യാസ് ഉണ്ടാകുന്നത് പോലെ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസി, ഓർക്കാനം ഒക്കെ കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ബ്ലീഡിങ്, സ്പോട്ടിങ്, അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് നൽകിയിട്ടുള്ള വൈറ്റമിൻസും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. റെസ്റ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞ രീതിയിൽ റെസ്റ്റ് എടുക്കണം. ഹെവി ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കും. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഈ ഒരു ടൈമിൽ നല്ലത്. സ്കാനിങ്ങിൽ ഗസ്റ്റേഷണൽ സാക്ക്, യോഗ് സാക്ക്, ഫീറ്റൽ പോള്, അതുപോലെ ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇത് വീക്കിൽ പോസിറ്റീവ് അല്ലാതിരുന്നവർ ഈ ഒരു വീക്കിൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് കാണിക്കാറുണ്ട്. ഈ ഒരു ടൈമിൽ അവരുടെ HCG ലെവൽ യൂറിനിൽ കൂടുതലായിരിക്കും. HCG ലെവൽ 200-നും 32,000 മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ് പെർ മില്ലി ലിറ്ററിനും ഇടയ്ക്കായിരിക്കും. ഫുഡിന്റെ കാര്യത്തിൽ ഡൈജഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ പാല്, മുട്ട, ഇലക്കറികൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, നട്ട്സ്, omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ ഇവയൊക്കെ ധാരാളം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് ഒഴിവാക്കുക. കഫീന്റെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ ഫുൾ കുക്കാവാത്ത ഇറച്ചി, മുട്ട ഇവയൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പനി, ജലദോഷം ഇവയൊന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.